നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു അഫാനെ കിടത്തിയത്. TV കാണിക്കാനായി ഒന്ന് പുറത്തിറക്കി. തുടർന്നായിരുന്നു സംഭവം. ജയിൽ ഉദ്യോഗസ്ഥൻ മാറിയ സമയത്ത് ശുചിമുറിയിൽ ഓടിപ്പോയി തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വാതിൽ തുറക്കാൻ താമസിച്ചതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. തുടർന്നാണ് അഫാനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ജയിൽ അധികൃതരെ വിവരമറിയിച്ചു. ഇന്ന് 11:15 അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ ICUവിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു. ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് അഫാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ചു. കേസിൽ അറസ്റ്റിലായതിനു ശേഷം പ്രതി പലപ്പോഴും ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അഫാൻ അനുഭവിച്ചിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. നാടിന് നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പോലീസ് ആദ്യ കുറ്റപത്രം ഇക്കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. പ്രതി അഫാന്റെ പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന്റെ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. പാങ്ങോടുള്ള മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തി ഈ കൊലപാതക പരമ്പരയ്ക്ക് അഫാൻ തുടക്കമിട്ടു. പിന്നീട് കേരളം നടുങ്ങിയ ദുരന്ത വാർത്തകളായിരുന്നു നമ്മൾ കേട്ടത്. കുടുംബത്തിൽപ്പെട്ട 4 പേരെയും തന്റെ പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ അഫാനെതിരെ അന്ന് ജനരോഷം ശക്തമായി. വിദേശത്തുണ്ടായിരുന്ന പിതാവ് തിരിച്ചെത്തി ഇനി അഫാനെ തനിക്ക് കാണേണ്ട എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് അഫാൻ. അത്യാസന്ന നിലയിലാണ് ആശുപത്രിയിൽ അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നതും. ദിവസങ്ങളോളം അതീവ ഗുരുതരാവസ്ഥയിൽ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ അഫാന്റെ അമ്മ ചികിത്സയിലായിരുന്നു. അഫാൻ അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഉമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവരെ താഴേക്ക് തള്ളിയിടുകയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ കട്ടിലിൽ നിന്ന് വീഴുകയായിരുന്നുവെന്നാണ് പോലീസിനോട് തുടർച്ചയായി അഫാന്റെ അമ്മ മൊഴി കൊടുത്തത്. അഫാനും അമ്മയുമുള്ള ആത്മബന്ധം ശക്തമായിരുന്നു. എന്നിട്ടുകൂടി തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ അഫാൻ ശ്രമിച്ചത് ഏറെ നടുക്കമുണ്ടാക്കി പിതാവിന്. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ കഴുത്തിൽ ഷാൾ മുറുക്കി. പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തത്. ഒരിക്കലും അഫാനോട് ഇനി ക്ഷമിക്കാൻ തനിക്ക് കഴിയില്ല. എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അവനെ എനിക്ക് കാണേണ്ട. ഇങ്ങനെയായിരുന്നു ഏറ്റവും ഒടുവിൽ ദുഃഖവും നിരാശയും കലർന്ന ഭാഷയിൽ അഫാന്റെ ഉമ്മ പ്രതികരിച്ചത്. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ അഫാന്റെ ഉമ്മ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അഫാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഒരിക്കൽ മാധ്യമപ്രവർത്തകരോട് പോലും അവർ ആവശ്യപ്പെട്ടു. അഫാന്റെ പിതാവിനെ കണ്ട മാത്രയിൽ അഫാന്റെ ഉമ്മ നിലവിളിച്ചു പറഞ്ഞതും അതുതന്നെയായിരുന്നു, അഫാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന്. എന്നാൽ എനിക്കവനെ കാണേണ്ട എന്ന് കേരളത്തിൽ വിമാനമിറങ്ങിയതിന് തൊട്ടു പിന്നാലെ അഫാന്റെ പിതാവ് പറഞ്ഞിരുന്നു. കൊടും ക്രൂരത കാട്ടിയ അഫാനോട് സ്വന്തം പിതാവ് പോലും പൊറുക്കാൻ തയ്യാറായില്ല. സംഭവത്തിൽ അറസ്റ്റിലായി ആദ്യം ജയിലിലെത്തുമ്പോൾ താൻ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അഫാൻ. തുടർന്ന് ശുചിമുറിയിലെ ഒരു മുകൾ തിട്ടയിൽ നിന്നവൻ ഈ താഴേക്ക് എടുത്തു ചാടി ആശുപത്രിയിലായി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമിയും പിതാവും ഇപ്പോൾ കുറ്റിബൂട്ടിലെ പുനരധിവാസ കേന്ദ്രത്തിലാണ്. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് 1 മാസത്തിലേറെ ചികിത്സയിലായിരുന്നു ഷെമി. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇളയ മകൻ ഉൾപ്പെടെ കുടുംബത്തിലെ 4 പേർ മരിച്ച വിവരം ഷെമി പൂർണ്ണമായി മനസ്സിലാക്കിയത്. ഫെബ്രുവരി 24-ാം തീയതിയായിരുന്നു കേരളത്തെ നടുക്കിയ ദുരന്തം. അന്ന് 3 പേർക്ക് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാനുണ്ടായിരുന്നു. അഫാൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനുള്ള ദിവസം, ബന്ധുവായ സ്ത്രീക്ക് 2.5 ലക്ഷം തിരിച്ചു കൊടുക്കാം എന്നേറ്റ ദിവസം, വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ വായ്പ തിരിച്ചടയ്ക്കേണ്ട ദിവസം. അതേ ദിവസം തന്നെ കുടുംബത്തിലെ 4 പേരെയും തൻ്റെ പെൺസുഹൃത്തിനെയും നിർദ്ദയം അവൻ കൊലപ്പെടുത്തി. മുത്തശ്ശിയുടെ കഴുത്തിൽ കിടന്ന മാല
വെഞ്ചാറമൂടിലെ സ്വകാര്യ ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ചു. സംഭവം നടക്കുന്ന ദിവസം വെഞ്ചാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് മാനേജർ വന്നിരുന്നു. വായ്പ തിരികെ അടച്ചില്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമെന്നും വീട് ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. മാനേജരോട് ആ ഘട്ടത്തിൽ അഫാൻ കയർത്തു സംസാരിച്ചു. പിതാവ് അറിയാതെ കുടുംബത്തിനു വേണ്ടി അഫാനും ഷെമിയും ചേർന്നെടുത്ത 25 ലക്ഷം രൂപയുടെ കടബാധ്യതകൾ. പിതാവ് വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്ത പണം പലപ്പോഴും ആർഭാടത്തിനാണ് അഫാൻ ഉപയോഗപ്പെടുത്തിയത്. ഇതിനെല്ലാം കൂട്ട് മാതാവ് ഷെമിയും. സാമ്പത്തിക ബാധ്യതകൾ കുമിഞ്ഞുകൂടി രക്ഷയില്ലാതെ വന്നപ്പോഴാണ് അഫാൻ ഇത്തരമൊരു ദുരന്തത്തിലേക്ക് കുടുംബത്തെ തള്ളിയിട്ടത് എന്ന് പോലീസ് പറയുന്നു. എന്നാൽ അതിലപ്പുറം ഇപ്പോഴും ഏറെ ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട്. അഫാന്റെ ബൈക്കെടുത്തുള്ള രാത്രിയാത്രകളും മാതാവ് ഷെമിയും അഫാനും ഒന്നിച്ച് എന്തിനിത്രയേറെ തുക കടമെടുത്തു എന്ന ചോദ്യവുമൊക്കെ ബാക്കിയാകുന്നു. വീട് വിറ്റ് കടം തീർക്കാവുന്ന ബാധ്യതകളെ തങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നാണിപ്പോൾ ഷെമിയും പിതാവുമൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. പൊതുവെ അന്തർമുഖനും അധികം സുഹൃത്തുക്കളുമില്ലാത്ത വ്യക്തിത്വത്തിനുടമ. എന്നാൽ അവൻ നടത്തിയത് കേരളത്തെ നടുക്കുന്ന അതിക്രൂരമായ കൊലപാതക പരമ്പരയാണ്. ക്ഷമയുള്ളവൻ ഭക്തൻ എന്നൊക്കെയാണ് അഫാൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. ഫോണും ഇൻ്റർനെറ്റും അധികമായി ഉപയോഗിച്ചിരുന്ന അഫാൻ സൗമ്യനായി ഇടപെടുമ്പോഴും ദുരൂഹ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്നതാണ് ഈ കൊലപാതകത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. സ്വന്തം അമ്മയെ ആക്രമിക്കുമ്പോഴും താൻ ഏറെ സ്നേഹിച്ചിരുന്ന അനുജനെയും പെൺസുഹൃത്തിനെയും ഒക്കെ വകവരുത്തുമ്പോഴും ഇയാൾക്ക് അല്പം പോലും മനസ്താപമുണ്ടായില്ല. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് അവൻ കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ ഉല്ലാസവാനായി ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ നടന്നു കയറിയത്. സൗമ്യനായി ഇടപെടുമ്പോഴും അതിക്രൂരമായ ഒരു വ്യക്തിത്വത്തിനുടമ, പൊതുസമൂഹത്തിൽ നിന്ന് അകലം പാലിക്കുന്നവൻ, വേണ്ടപ്പെട്ടവരെ പോലും നിർദാക്ഷിണ്യം വകവരുത്താൻ മടിക്കാത്തവൻ. ഇതുകൊണ്ട് തന്നെ മത തീവ്രവാദികളുടെ മാനസിക നിലയിലുള്ള വ്യക്തിയാണ് അഫാൻ എന്ന വിലയിരുത്തലുകൾ അന്നേ ശക്തമായിരുന്നു. ആരംഭഘട്ടത്തിൽ ഇത്തരം ചില അന്വേഷണങ്ങൾക്ക് പോലീസ് മുതിർന്നിരുന്നു എങ്കിലും പിന്നീട് ആ ഘട്ടത്തിലേക്കുള്ള അന്വേഷണം കടന്നില്ല. അഫാന്റെ ബന്ധങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയെന്ന വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കണ്ടെത്തലുകൾ എന്തെങ്കിലും ഉണ്ടായോ എന്നതിനെക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നില്ല. ലക്ഷ്യം വെക്കുന്ന ആളുകളുടെ തലച്ചോറ് തകർത്ത് ഒരിക്കലും അവർ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തീവ്രവാദ ശൈലിയിലുള്ള ആക്രമണമാണ് അഫാൻ അത് നടത്തിയത്. തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ കലുങ്കിൻ മുഖത്ത് ഏതാനും മീറ്ററുകൾ അകലെയായിരുന്നു അഫാൻ താമസിച്ചിരുന്നത്. ഈ ഭാഗങ്ങളിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടന്നതായി മുൻപ് പരാതികളും ഉയർന്നിരുന്നു. രാവിലെ 10 മണിക്കും വൈകിട്ട് 6-നുമിടയിലാണ് 5 കൊലപാതകങ്ങൾ അഫാൻ നടത്തിയത്. മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും ഒടുവിൽ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. നാടിനെ നടുക്കിയ വെഞ്ചാറമൂട് കൂട്ടക്കൊലക്കേസ്. ആ കേസിലെ പ്രതി അഫാൻ ഇപ്പോൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.